ഏറെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇക്കുറി വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പെയ്ഡ് വള്ളസദ്യ നടത്താനുള്ള നീക്കം പള്ളിയോട സേവാ സംഘം എതിർത്തതോടുകൂടിയാണ് ഇത് വിവാദത്തിലേക്ക് നീങ്ങിയത്. ഇതിൻ്റെ ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് പള്ളിയോട സേവാ സംഘവുമായി ദേവസ്വം ബോർഡ് ഒരു ചർച്ചയ്ക്ക് തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ ചർച്ച ഇന്നലെ നടന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടി 24-നൊപ്പം ചേരുകയാണ്. ഇന്നലെ എന്തായിരുന്നു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സംഭവിച്ചത്? അല്ല, ദേവസ്വം ബോർഡ് ഇന്നലെയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത്. ചർച്ചയ്ക്ക് ഇവിടെ സാധാരണ ഇവിടെ കത്ത് വരാറുണ്ട്, ഞങ്ങളെ കത്ത് സ്വീകരിച്ചുകൊണ്ട് പങ്കെടുക്കാറുണ്ട്. അവിടെ ഞങ്ങൾ 5 പേരാണ് ചെന്നത്. പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്. പിന്നെ വള്ളസദ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് വള്ളസദ്യയുടെ കമ്മിറ്റി കൺവീനറും ജോയിൻറ്റ് കൺവീനറും 5 പേരാണ് പങ്കെടുത്തത്. അവരാദ്യം അങ്ങനെ മുഴുവൻ പേരെ പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു വിഷയം ചർച്ച വന്നത്. ആദ്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നോ ഇത്ര പേർ പങ്കെടുക്കണമെന്നുള്ള കാര്യം? സാധാരണ ഞങ്ങൾ എത്ര പേര് പങ്കെടുക്കാറുണ്ട്. അതൊരു വിഷയമല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയാണ് ചർച്ച വന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം സദ്യ നടത്തുന്നതിനെ സംബന്ധിച്ച് ഫോണിൽ സംസാരിച്ചപ്പോൾ പള്ളിയോട സേവാ സംഘം ക്ഷേത്രത്തിൽ നടത്തുന്ന ദേവസ്വം ബോർഡ് നടത്താൻ സമ്മതിക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സദ്യ നടത്താൻ സാധിക്കത്തില്ല എന്ന് അവർ തീരുമാനിച്ചത്. പള്ളിയോട സേവാ സംഘത്തെ എതിർത്തുകൊണ്ടൊരു സദ്യ പെയ്ഡ് സദ്യ നടത്താൻ സാധിക്കത്തില്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം അവർ സദ്യ മാറ്റിവെച്ചത്. ഇന്നലെ ഈ അവിടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. സേവാ സംഘം പ്രവർത്തകരും ദേവസ്വം ബോർഡ് അധികൃതരുമായിട്ടൊരു മീറ്റിംഗ് നടന്നിരുന്നില്ല. ഇല്ല, കാരണം ഞങ്ങൾ അതിനകത്ത് ബഹിഷ്കരിച്ച് തന്നെ വരുമായിരുന്നു ഞങ്ങൾ ചെയ്തത്. ചെന്ന 5 പേരെയും ഒരുമിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണോ നമ്മൾ വിട്ടുപോരുന്നത്? നമ്മൾ 5 പേരാണ് പോയിരുന്നത്. കാര്യം ബന്ധപ്പെട്ട 5 പേരാണ് പോയത്. പള്ളിയോട സേവാ സംഘത്തിൻ്റെ 3 ഭാരവാഹികളും ഈ വള്ളസദ്യയുമായിട്ട് ബന്ധപ്പെട്ട 2 കൺവീനേഴ്സും 5 പേര് കൂടിയാണ് ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ് പോയത്. ആ 5 പേരും പങ്കെടുക്കേണ്ടതാണ്. കാര്യം വള്ളസദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് വള്ളസദ്യയുടെ 2 കൺവീനേഴ്സ് പങ്കെടുപ്പിച്ചത്. അല്ല, വെളിയൊരു പൊതുയോഗമോ ഒരു എക്സിക്യൂട്ടീവ് അംഗമോ മാത്രമല്ല വന്നിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികളാണ് 5 പേരും. ഈ 2 പേരെ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ദേവസ്വം ബോർഡിൻ്റെ കാര്യം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്തായിരിക്കാം കാരണം? അത് നമ്മൾ ചോദിച്ചില്ല. ഇതിനു മുൻപുള്ള മീറ്റിങ്ങുകളിലെല്ലാം തന്നെ ഇപ്പം പങ്കെടുക്കാറുള്ളത് നിങ്ങൾ അവർ പങ്കെടുക്കാറുണ്ട്. അല്ല, ഇങ്ങനെ പങ്കെടുക്കേണ്ട, ഇന്നലെ മാത്രം പങ്കെടുത്താൽ മതി, അങ്ങനെ ഇന്ന് വരെ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അങ്ങനെ പങ്കെടുത്തതാണ്. അങ്ങനെ വിഷയം ഇങ്ങനെ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘമായിട്ട് അങ്ങനെ വിഷയമില്ല. പക്ഷേ ക്ഷേത്രത്തിൽ ഈ വള്ളസദ്യ സീസണിൽ ദേവസ്വം ബോർഡ് അങ്ങനെ സദ്യ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ വള്ളസദ്യ ജനകീയമാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പെയ്ഡ് സദ്യ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം എന്താണ്? അതിനെ എതിർക്കാൻ പ്രത്യേകിച്ച് കാരണം എന്താ? ദേവസ്വം ബോർഡ് അങ്ങനെ വള്ളസദ്യ നടത്താൻ സാധിക്കത്തില്ല. വള്ളസദ്യ നടത്തുന്നത് ഒരു ഭക്തനാണ് സാധാരണ വള്ളസദ്യ. വള്ളം എന്ന് പറയുന്നത് പള്ളിയോടമാണ്. പള്ളിയോടങ്ങളുടെ കൂട്ടായ്മയാണ് പള്ളിയോട സേവാ സംഘം എന്ന് പറയുന്നത്. അപ്പോൾ 52 കരകളുടെ കൂട്ടായ്മയാണ് പള്ളിയോട സേവാ സംഘം. അപ്പം പള്ളിയോട സേവാ സംഘം ഇല്ലാതെ വള്ളസദ്യ നടത്താൻ സാധിക്കത്തില്ല. കാര്യം ഒരു ഭക്തൻ അവന് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കരക്കാരെ ക്ഷണിക്കുകയാണ്. ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പിന്നെ കരക്കാർ പള്ളിയോടമായിട്ട് വരുന്നത്. അപ്പോൾ പള്ളിയോടമില്ലാതെ എവിടെയാണ് വള്ളസദ്യ? അതിന് ഒരു സാധാരണ രീതി ഭക്ഷണം കൊടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നടത്തുമ്പോൾ അതൊരു ആചാരത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ദേവസ്വം ബോർഡിൻ്റെ എന്നാണോ? ഉറപ്പാണല്ലോ. ഇപ്പം സെക്രട്ടറി സൂചിപ്പിച്ച പോലെ 52 കരക്കാരും വള്ളമില്ലാതെ, പള്ളിയോടമില്ലാതെ ഒരു വള്ളസദ്യയില്ല. അതാണ് ഞങ്ങളുടെ മെയിൻ പോയിന്റ്. ഞങ്ങൾ ഇതുവരെ പള്ളിയോടമില്ലാതെ ക്ഷേത്രാങ്കണത്തിൽ ഒരു വള്ളസദ്യ നടത്തിയിട്ടുമില്ല, അതിന് മുതിർന്നിട്ടുമില്ല. കരക്കാരിൽ ഇതായിട്ടുള്ള സംഭവമാണ്. ഇത് ആചാരമാണ്, അനുഷ്ഠാനമാണ്. പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജനകീയമാക്കാൻ ശ്രമിക്കേണ്ട. ഇത് ജനകീയമാണ്. കാര്യം പതിറ്റാണ്ടുകളായിട്ട് നടത്തി ഈ കേരളത്തിൻ്റെ നല്ല ഗൾഫിൽ നല്ല ഇതിനു വേണ്ടി കഴിക്കാൻ എത്രയോ ആൾക്കാർ വന്നത്. അങ്ങനെ ഇതിനകത്ത് വള്ളസദ്യയിൽ പങ്കുകൊണ്ടു പോകുന്നവരുണ്ട്. ജനകീയമാക്കാൻ അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അദ്ദേഹം ഭജനസദ്യയോ മറ്റു കാര്യങ്ങളോ നടത്തി അത് ജനകീയമാക്കുക. പള്ളിയോട സേവാ സംഘവും കരകളിൽ നിക്ഷിപ്തമായ ആറന്മുള വള്ളസദ്യ എന്നത് ജനകീയമാണ്. അതിനിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് ജനകീയമാക്കാൻ മുതിരണ്ട. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇന്നലത്തെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതാണ് അതിനകത്ത് മെയിൻ. ആ അജണ്ട ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചയ്ക്കായിരുന്നു. പക്ഷേ പ്രതികാര നടപടിയായിരുന്നു.
ഇന്നലെ ഞങ്ങളൊരു ഒരു ഇതിന് അവിടം വരെ വിളിച്ച് അവർ ചെയ്തേക്കുന്നത് ഒരാക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയായിരുന്നു. അതാണ് സെക്രട്ടറി ഇപ്പോൾ സൂചിപ്പിച്ചത്. ആ ആക്ഷേപം നിലനിൽക്കുന്നില്ല, അത് നമ്മൾ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ പോയ 5 പേര് വേണ്ട, ഒരാൾ മതി, 2 പേര് മതി, പിന്നെ 4 പേര് മതി, പിന്നെ 5 പേര്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു പള്ളിയോട സേവാസംഘമല്ലേ, 52 കരയല്ലേ, വലിയൊരു സംഘടനയാണ്, കോടാനുകോടി രൂപ ടേൺ ഓവർ നടക്കുന്ന ഒരു സംഘടനയാണ്. ഇനി ഈ വള്ളസദ്യ നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഫ്രീ ആയിട്ട് തരുമല്ല, ദേവസ്വം ബോർഡ് ഒന്നും ഫ്രീ ആയിട്ട് തരുമല്ല. ഒരു ടേം കഴിയുമ്പോൾ ഏതാണ്ട് 75 ലക്ഷത്തിലധികം രൂപ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ അമ്പലത്തിൽ നടത്തുന്നതിന് മേടിക്കുന്നുമുണ്ട്. അതാണ് അതിനകത്ത് മെയിൻ കാര്യം. ഇത്രയും മേടിച്ചിട്ടാണ് ഇനിയും അദ്ദേഹം ജനകീയമാക്കുമെന്ന് പറഞ്ഞ് ഇതിനെ കൊണ്ടുവന്നു. അപ്പം ഇതിനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് ഈ ഒരു ആചാര അനുഷ്ഠാനത്തിനെ വൈകൃതമായി ചിത്രീകരിച്ച് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങളിൽ മെനക്കെട്ട്. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അത് 52 അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിനകത്ത് ഇനി എന്ത് ജീവൻ കൊടുത്തായാലും ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകും, അത് നടത്തിക്കത്തുമില്ല. എന്തായാലും പള്ളിയോട സേവാ സംഘത്തിന്റെ തീരുമാനം പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സദ്യയിൽ ഈ ഓൺലൈൻ അല്ലെങ്കിൽ ഈ പെയ്ഡ് സദ്യയിൽ നിന്നും ദേവസ്വം ബോർഡ് പിന്നോട്ട് പോയിരിക്കുകയാണ്. നിർബന്ധിതമായി ഞങ്ങളെ ഔദ്യോഗികമായിട്ട് ഇതുവരെ അറിയിച്ചിട്ടില്ല. ഞങ്ങളിന്ന് രാവിലെ പത്രത്തിൽ വായിച്ചാണ് അറിഞ്ഞത്. ദേവസ്വം ബോർഡ് ഇന്നലെ രാത്രിയിൽ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അവർ തീർച്ചയായും ഞങ്ങളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ രാവിലെ പത്രത്തിൽ അറിഞ്ഞു ദേവസ്വം ബോർഡ് പെയ്ഡ് സദ്യയിൽ നിന്ന് പിന്മാറിയെന്ന്. ഈ പിരിച്ച പണം, ഇതിനുവേണ്ടി എടുത്ത പണം ആളുകൾക്ക് തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ദേവസ്വം സേവാ സംഘം അറിഞ്ഞുകൊണ്ടുള്ള ഇല്ല, നമ്മളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇക്കാര്യത്തിൽ. അത് അവരുടെ ചെയ്ത അവർ ചെയ്തു തന്നെ തെറ്റാണ്. ആ തെറ്റിനെ അവർ തിരിച്ചറിഞ്ഞു, തിരുത്തി. അന്ന് ഒരു സദ്യ നടത്താൻ നമ്മൾ ഒരു സദ്യ അവർ ആവശ്യപ്പെട്ടു. വളരെ ദൂരെ നിന്ന് ആൾക്കാർ പൈസ കൊടുത്തിട്ട് ആദ്യത്തെ ചടങ്ങ് ഒരു സൂചന മാത്രം, ഒരു പ്രതിഷേധ സമരം നമ്മൾ വഞ്ചിപ്പാട്ട് പാടി നടത്തിയിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്തു. അതിന് പിന്മാറുമെന്ന് വിചാരിച്ചിരുന്നു, അത് പിന്മാറിയില്ല. ഇന്നലെ വീണ്ടും വിളിച്ചു, ഞങ്ങളുടെ രീതി പറഞ്ഞു. പള്ളിയോട സംഘത്തിൻ്റെ ശക്തമായ ഒരു വിശദീകരണം ഇന്നലെ കൊടുത്തിരുന്നു. പള്ളിയോട സംഘത്തിനെതിരെയാണ് എന്ന് പറഞ്ഞത്. ഈ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒന്ന് വിട്ടുപോയി, അദ്ദേഹം വിട്ടുപോയ ഒരു കാര്യം സൂചിപ്പിക്കുക. വള്ളസദ്യ അല്ല കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത്. ഒരു 12 പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 250 രൂപ മേടിച്ചിട്ട് വള്ളസദ്യയിലെ 50 വിഭവങ്ങളില്ല, 10-25 വിഭവങ്ങളെ ഉള്ളായിരുന്നെന്നും അത് നേരാമണ്ണം വിളമ്പിയിട്ടില്ലെന്നുള്ള പരാതി വരെ നിലനിൽക്കുന്നു. അപ്പോൾ അവർക്കറിയാം ഇത് നടത്താൻ പറ്റില്ലെന്ന്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വള്ളസദ്യയിൽ പങ്കെടുത്ത 250 രൂപ കൊടുത്തവരിൽ അവർക്ക് വിഭവങ്ങൾ കിട്ടിയിട്ടില്ല, കാര്യങ്ങൾ യഥാക്രമം വിളമ്പിയിട്ടില്ല. അവർ വന്നത് ഇങ്ങനെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നും കരുതിയാണ് 3/4 ആൾക്കാരും വന്നേക്കുന്നത്. ആ തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ നിലനിർത്തുന്നത്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. പറഞ്ഞാൽ വള്ളസദ്യയല്ല, സമൂഹ സദ്യ മാത്രമാണ്. വള്ളസദ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ആചാരപരമായിട്ട് ചെയ്യുന്നത് 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പും. ബാക്കി 20 വിഭവങ്ങൾ പാടിച്ചോകിയ വിഭവങ്ങളാണ്. അത് ഞങ്ങളിവിടെ അംഗീകൃത 15 ലൈസൻസുള്ള, എല്ലാവിധ ലൈസൻസും ആരോഗ്യവകുപ്പിൻ്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ലൈസൻസുള്ള ഞങ്ങൾ അംഗീകരിച്ച 15 സദ്യ കരാറുകാരുണ്ട്. അവരാണ് ഈ ചെയ്യുന്നത്. അവരെ ഞങ്ങൾ അവരുടെ പരിശോധന നടത്തി വ്യക്തമായ നല്ല കിച്ചണും നല്ല ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തിയാണ് ഞങ്ങൾ ഈ 15 സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 15 പേരാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് പ്രകാരമുള്ള 44 വിഭവങ്ങളും വിളമ്പിയിട്ട് ബാക്കി 20 വിഭവങ്ങൾ പാടിച്ചോദിക്കുന്നത്. അത് പാടിച്ചോദിക്കാൻ അറിയാവുന്ന കരക്കാരാണ് വരുന്നത്. അങ്ങനെ അതിൻ്റെ ആചാരമാണത്. ഒരു വള്ളസദ്യ ഒരു വഴിപാടുകാരൻ അഭീഷ്ടകാരൻ സാധിച്ച് നടത്തുന്ന ഭക്തൻ ഭഗവാന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. അത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ലിത്. അത് പഴയ ആചാരപരമായി ചെയ്യുന്ന കാര്യമാണ്. അത് ഒരു കോൺട്രാക്ടർക്ക് ഒരു സദ്യക്കാരനോ കാറ്ററിംഗ് ചെയ്യുന്ന രീതിയല്ല ഇത്. നമ്മുടെ ഈ 15 പേരിൽ ഉൾപ്പെട്ട അല്ലായിരുന്നു. അല്ല 15 പേരായി അവരൊന്നും ചെയ്യില്ല. അവരെല്ലാം പള്ളിയോട സംഘത്തിൻ്റെ കരക്കാരും അതിന് ബന്ധപ്പെട്ട ഭാരവാഹികളുമാണ്. ഈ 52 കരയിൽപ്പെട്ട ആൾക്കാരിൽ ആണ് ഇവിടെ സദ്യ നടത്തുന്നത് തന്നെ. ഈ പള്ളിയോട സേവാ സംഘവും നമ്മൾ കേൾക്കുന്ന സമയത്ത് കുറച്ച് ഭക്തജനങ്ങളെ വിളിച്ചു കൂട്ടിയുള്ള ഒരു സംഘടനയല്ല. 52 കരയുണ്ട്, 52 പള്ളിയോടമുണ്ട്. ആ 52 പള്ളിയോടവും ഒരു പള്ളിയോടത്തിൽ നിന്ന് 2 പ്രതിനിധികൾ വെച്ച് വന്ന് ആ പ്രതിനിധികൾ ഒരു പ്രതിനിധി സഭ എന്നാണ് പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഭരണസമിതി വരുന്നത്. അപ്പം പള്ളിയോടം എന്ന് പറയുന്നത് പള്ളിയോട സേവാ സംഘത്തിൻ്റെയാണ്. അപ്പോൾ 52 കരയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് വള്ളസദ്യ നടത്തുന്നു ഉള്ള ഒരു രൂപത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയോടം കിട്ടത്തില്ല. പള്ളിയോടം കരക്കാരുടെയാണ്. കരക്കാർ 52 കരക്കാരുടെ സംഘടനയാണ് പള്ളിയോട സേവാ സംഘം. അത് ദേവസ്വം ബോർഡ് മനസ്സിലാക്കണം. ഏതായാലും
പള്ളിയോട സേവാ സംഘത്തിൻ്റെ തീരുമാനങ്ങൾ നിശ്ചയങ്ങൾ ഇങ്ങനെയാണ്. ഈ ഓൺലൈനായി അല്ലെങ്കിൽ പെയ്ഡ് സദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ നിന്നും ദേവസ്വം ബോർഡ് പിന്മാറിയതിനെ പള്ളിയോട സേവാ സംഘം സ്വാഗതം ചെയ്യുകയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 പത്തനംതിട്ട.